ഈ മഴക്കാലത്ത് പോലും കുറച്ച് സമയത്തേക്ക് മഴയൊന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഭയങ്കര ചൂടാണല്ലേ. ഈ ഭൂമിയിലെ ചൂട് കൂടാനായിട്ടുള്ള ഒരു കാരണമാണല്ലോ സൂര്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുപോയി സൂര്യനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കുറയോ? നമുക്ക് നോക്കാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഭീമാകാരനായ ഒന്നാണ് സൂര്യൻ. ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീമൻ ഹൈഡ്രജൻ ഗോളമാണത്. അതിൻ്റെ ചൂട് എത്രയാണെന്നറിയോ? ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമാണത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില ഏകദേശം 5600 ഡിഗ്രി സെൽഷ്യസ് ആണ്. സത്യത്തിൽ സൂര്യൻ കത്തുന്നത് ഹൈഡ്രജൻ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ 70% ഹൈഡ്രജനും 28% ഹീലിയവുമാണ്. ബാക്കി വരുന്ന 2%-ത്തിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ പോലുള്ള മൂലകങ്ങളുമുണ്ട്. പിന്നെ ദൂരത്തിൻ്റെ കാര്യം, അത് വേറെ ലെവലാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 400 ഇരട്ടി ദൂരമുണ്ട് സൂര്യനിലേക്ക്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്റർ. ഈ സൂര്യനിൽ കത്തുന്നത് നമ്മൾ കാണുന്ന പോലത്തെ സാധാരണ തീയല്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇത്രയും ചൂട് വെളിച്ചവും ഉണ്ടാകുന്നത്. ഈ തീയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്താൻ പോകുന്നത്. ശരി, അപ്പോൾ മുഴുവൻ വെള്ളവും എടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. വെറും 1 ഗ്ലാസ് വെള്ളം 250 മില്ലി. ഇത് വളരെ എളുപ്പമാണല്ലോ. ഈ ദൗത്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നാസയുടെ പാർക്കർ സോളാർ പ്രോബ് എന്ന പേടകമാണ്. 2018 സൂര്യനോട് ഏറ്റവും അടുത്തേക്ക് പോയ പേടകമാണിത്. 1 ഗ്ലാസ് വെള്ളം കൊണ്ടുപോകുന്നത് അതിന് വലിയൊരു ഭാരമായില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നാസ പറയുന്നത് സൂര്യനിലേക്ക് പോവുക എന്നത് ചൊവ്വയിലേക്ക് പോകുന്നതിനേക്കാൾ 55 ഇരട്ടി ഊർജ്ജം ആവശ്യമുള്ള കാര്യമാണെന്നാണ്. കാരണം ഭൂമി മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യനെ ചുറ്റുന്നത്. അപ്പോൾ സൂര്യനിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഈ വേഗതയെ മറികടക്കാൻ റോക്കറ്റ് ശരിക്കും പിന്നോട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അവസാനം അത് കറങ്ങി തിരിഞ്ഞ് സൂര്യനിലെത്തും. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പേടകം സൂര്യൻ്റെ അടുത്തെത്തി. ഒരു റോബോട്ടിക് കൈ പുറത്തേക്ക് വന്ന് ആ ഗ്ലാസ്സിലെ വെള്ളം സൂര്യനിലേക്ക് ഒഴിച്ചു. അടുത്ത മില്ലി സെക്കൻഡിൽ ഒരു ഷ് എന്ന സൗണ്ടോടെ ആ വെള്ളം നീരാവിയായി പോയി. അത്രയേ ഉള്ളൂ. സൂര്യനിൽ ഒരു മാറ്റവുമില്ല. ആകെ ഒരു കാര്യം, സൂര്യൻ്റെ ഭാരം വളരെ വളരെ നേരിയ അളവിൽ കൂടിയിട്ടുണ്ടാകും. അല്ലാതെ ഒരു രക്ഷയില്ല. ആദ്യത്തെ ശ്രമം ഒരു സമ്പൂർണ്ണ പരാജയമായി. പക്ഷെ നമ്മൾ തോൽക്കാൻ തയ്യാറല്ല. ഇത്തവണ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആണ്. 1 ഗ്ലാസ് വെള്ളമല്ല, ഭൂമിയിലെ ഒരു തടാകം മുഴുവൻ. നമുക്ക് ലേക്ക് സുപ്പീരിയർ എടുക്കാം. ആ തടാകത്തിലെ വെള്ളം മുഴുവൻ എടുത്ത് സൂര്യനിൽ എത്തിക്കാൻ നോക്കാം. പക്ഷേ ഇതെങ്ങനെ സൂര്യനിൽ എത്തിക്കും? പൈപ്പ് ലൈൻ ഉണ്ടാക്കിയാലോ? അത് പണിയാൻ ഏകദേശം 70,000 വർഷം എടുക്കും. എന്നാൽ പിന്നെ പമ്പ് വെച്ചാലോ? ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പമ്പുകൾ ഉപയോഗിച്ചാൽ പോലും ഈ തടാകം വറ്റിക്കാൻ 320 വർഷമെടുക്കും. ഇനിയിപ്പോൾ 960 പമ്പ് വെച്ച് ഒരു 4 മാസം കൊണ്ട് പണി തീർത്താലോ? പക്ഷെ അതിൻ്റെ നിർമ്മാണ ചെലവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലുതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 5300 കോടി ടാങ്കർ ലോറികളിൽ ഈ വെള്ളം കൊണ്ടുപോകണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പകരം റോക്കറ്റ് ലോഞ്ച് സെറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ലേക്ക് സുപ്പീരിയറിൻ്റെ തീരത്ത് നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കുക. പക്ഷേ ഈ വെള്ളം മുഴുവൻ കൊണ്ടുപോകാൻ നമുക്ക് 4800 കോടി സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ വേണ്ടി വരും. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമ്മൾ ആ 4800 കോടി റോക്കറ്റുകളും വിക്ഷേപിച്ചു എന്ന് കരുതുക. അവ സൂര്യനോട് അടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആ ഭീകരമായ ചൂടിൽ നമ്മുടെ പേടകങ്ങൾ ഉരുകി തുടങ്ങും. അതിലെ വെള്ളം മുഴുവൻ നീരാവിയായിട്ട് മാറും. മിഷൻ വീണ്ടും ഫ്ലോപ്പ്. ഇത്രയും അടുത്തെത്തിയിട്ടല്ലേ. ശരി, ഇനിയുള്ളത് ഒരു രക്ഷയുമില്ലാത്തൊരു ഐഡിയ ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഒരു ഭീമാകാരൻ ഹോസ് അങ്ങ് ഘടിപ്പിച്ചാലോ? 15 കോടി കിലോമീറ്റർ നീളമുള്ളൊരു ഹോസ്. അതിൻ്റെ അറ്റത്ത് ചൂടിനെ പ്രതിരോധിക്കുന്ന പ്രത്യേക ടെക്നോളജിയും വെച്ച് ഇപ്പോൾ ലേക്ക് സുപ്പീരിയറിലെ വെള്ളം മുഴുവൻ ഹോസിലൂടെ സൂര്യനിലേക്ക് ചീറ്റുകയാണ്. പക്ഷേ നമ്മുടെ പാർക്കർ പ്രോബിൽ നിന്നുള്ള റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ സൂര്യൻ കെടുന്നതിന് പകരം കൂടുതൽ ശക്തിയിൽ ആളി കത്തുകയാണ് ഉണ്ടാവുക. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ഭൂമിയിലെ തീയും സൂര്യനിലെ തീയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമിയിലെ തീ കെടുത്താൻ വെള്ളം ഒഴിക്കുമ്പോൾ അത് ചൂട് കുറക്കുകയും ഓക്സിജൻ ഇല്ലാതാക്കുകയും ചെയ്യും. എന്നാൽ സൂര്യനിലെ തീ ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് പറഞ്ഞല്ലോ. അവിടേക്ക് വെള്ളം എത്തുമ്പോൾ ആ ഭീമമായ ചൂടിൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കും. ഇത് രണ്ടും സൂര്യന് കൂടുതൽ കത്താനുള്ള ഇന്ധനം നൽകുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ തീ കെടുത്താൻ ഒഴിച്ചത് യഥാർത്ഥത്തിൽ തീ കൂട്ടാനുള്ള വിറകായിരുന്നു. ഓക്കെ, ഇനി അവസാനത്തെ അടവ്. ഭൂമിയിലെ മുഴുവൻ വെള്ളവും, സമുദ്രങ്ങളടക്കം 97% വെള്ളവും ഇത്തവണ ഓസുമില്ല, റോക്കറ്റുമില്ല. പകരം ഭൂമിയുടെ അടിയിൽ നിന്ന് സൂര്യനിലേക്കൊരു പോർട്ടൽ തുറക്കുന്നു. സമുദ്രങ്ങളിലെ വെള്ളം മുഴുവൻ ആ പോർട്ടലിലൂടെ സൂര്യനിലേക്ക് ഒഴുകി പോവുകയാണ്. നമ്മുടെ നീലഗ്രഹം ഒരു തവിട്ട് നിറമുള്ള ഗോളമായിട്ട് മാറും. ദശലക്ഷക്കണക്കിന് മത്സ്യങ്ങളും തിമിംഗലങ്ങളും സ്രാവുകളും അടങ്ങുന്ന സമുദ്രജീവികൾ ചത്തൊടുങ്ങും. 15 കോടി കിലോമീറ്റർ അകലെ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതെ, ഭൂമിയിലെ മുഴുവൻ വെള്ളവും ചേർത്ത് വെച്ചാൽ പോലും അത് ഭൂമിയുടെ ആകെ ഭാരത്തിൻ്റെ 0.02% മാത്രമേ വരൂ. സൂര്യൻ്റെ ഭീമാകാരമായ വലുപ്പത്തിന് മുന്നിൽ ഇത് വെറുമൊരു പൊടിക്ക് തുല്യമാണ്. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് സൂര്യന് ഒരു തുള്ളി അധികം ഇന്ധനം കൊടുത്ത പോലെയായി. സമുദ്രങ്ങൾ ഇല്ലാതായതോടെ കാലാവസ്ഥയുടെ താളം പൂർണ്ണമായും തെറ്റും. മഴയുണ്ടാവില്ല, കാടുകൾ കത്തിയമരും, സസ്യങ്ങൾ നശിക്കും, മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. ഭൂമിയിലെ താപനില ക്രമാതീതമായി ഉയരും. മനുഷ്യർക്ക് പിന്നെ ഭൂമിക്കടിയിലെ ബങ്കറുകളിലോ അന്റാർട്ടിക്കയിലോ ഒളിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
സൂര്യനെ വെള്ളം ഒഴിച്ച് കെടുത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഓരോ ശ്രമവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. പക്ഷേ വെള്ളം കൊണ്ടുള്ള പരീക്ഷണം പരാജയപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ടല്ലോ, ഈ മാലിന്യം മുഴുവൻ നമുക്ക് സൂര്യനിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോരെ? എന്തായിരിക്കും സംഭവിക്കുക? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.